ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കന്ദരാസന എന്ന് പറയുന്ന ഒരു യോഗാസനയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ഫീമെയിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. യൂട്രൈൻ പ്രോബ്ലംസ്, അതേപോലെ തന്നെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനും, അതേപോലെ ഓവറീസ് എന്നുള്ള ഹോർമോൺ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനും, അതേപോലെ സ്പൈനിന് നല്ലതാണ്. ഷോൾഡേഴ്സിന് നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് യോഗയാണ്. അപ്പോൾ നമുക്ക് ആ യോഗ കാണാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന അത് കന്ദരാസനയുടെ സൂക്ഷ്മ വ്യായാമമാണ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി എക്സസൈസ്. കാലിനെ ബെൻഡ് ചെയ്തിട്ട് ആംഗിളിൽ പിടിക്കുക, എന്നിട്ട് ബട്ടക്സിൻ്റെ രണ്ട് വശത്തായിട്ട് കാലിനെ അകറ്റി ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഐ ക്ലോസ് ചെയ്തിട്ട് കിപ്പിൻ്റെ അവിടെ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കിപ്പിനെ മാക്സിമം മേലോട്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വയ്ക്കുക. ഇത് ഒരു 5 ടൈംസ്, ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇൻഹേൽ ചെയ്തിട്ട് അപ്പ് ചെയ്യണം, എക്സേൽ ഡൗൺ ചെയ്യണം. ഇത് 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാലിനെ നിവർത്തണം, കാലകറ്റി വെച്ച് കൈ അകറ്റി വെച്ച് റിലാക്സ് ചെയ്യണം. 5 ടൈംസ് ഡീപ് ബ്രീത്ത്, ബോഡി ഒബ്സർവേഷൻ, റിലാക്സ്. കണ്ണടച്ച് ശരീരത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു 5 ബ്രീത്ത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആസന കന്ദരാസനയാണ്. ആദ്യം കാലിനെ ബെൻഡ് ചെയ്തിട്ട് 2 ആംഗിളിലായിട്ട് പിടിക്കുക. വലത്തേ കൈ കൊണ്ട് വലത്തേ കൈ കാലിൻ്റെ ആംഗിളും, ഇടത്തേ കൈ കൊണ്ട് ഇടത്തേ കാലിൻ്റെ ആംഗിളും പിടിക്കുക. ഓക്കെ, കാല് മാക്സിമം വൈഡ് ചെയ്ത് വയ്ക്കാം. 2 വശത്തായിട്ട് അകറ്റി വയ്ക്കുക കാല്. എന്നിട്ട് ഐ ക്ലോസ് ചെയ്തിട്ട് കിപ്പിൻ്റെ അവിടെ ശ്രദ്ധിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കിപ്പിനെ മാക്സിമം മേലോട്ട് ഉയർത്തുക. 5 ടൈംസ് ഡീപ് ബ്രീത്ത് ചെയ്യുക. ഒരു 5 ഡീപ് ബ്രീത്ത് ചെയ്യുക. അങ്ങനെ നിന്ന് ശ്വാസം വിട്ടുകൊണ്ട് സ്ലോവിൽ താഴ്ത്തി വയ്ക്കുക. കാലിനെ നിവർത്തുക. കാലകറ്റി വെച്ച് കൈ അകറ്റി വെച്ച് റിലാക്സ് ചെയ്യുക. 5 ടൈംസ് ഡീപ് ബ്രീത്ത്, ബോഡി ഒബ്സർവേഷൻ, റിലാക്സേഷൻ. കണ്ണടച്ച് ശരീരത്തെ നിരീക്ഷിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഈ ആസനയുടെ പേര് കന്ദരാസന. നന്ദി, നമസ്കാരം.